നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതാണ് കുപ്പി എങ്ങനെയാണ് സിനിമയിൽ തലയിൽ അടിച്ചു പൊട്ടിക്കുന്നത് എന്നുള്ളത്. ഈ കുപ്പി ഒറിജിനൽ കുപ്പിയാണ്. അപ്പൊ ഈ കുപ്പി വെച്ച് തലയ്ക്ക് അടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഷുഗർ ബോട്ടിൽ ആണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു മോൾഡ് ഉണ്ടാക്കണം. നമ്മൾ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ലിക്വിഡ് സിലിക്കൺ റബ്ബർ. ഇത് ഓൺലൈൻ വഴിയാണ് നമ്മൾ വരുത്തിയത്. ഈ 1 കിലോ പാക്കറ്റിന് ഏകദേശം 1300 രൂപയോളം ട്രാൻസ്പോർട്ടിങ് അടക്കം നമുക്ക് വരും. അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ലിക്വിഡ് സിലിക്കൺ റബ്ബർ. നല്ല ഫ്ലെക്സിബിലിറ്റിയും ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഉള്ളതുകൊണ്ടാണ് ഇത് മോൾഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചതാണ് ഹാർഡിനർ. സാധാരണയായി പെയിൻറ്റിങ്ങും പോളിഷിംഗ് വർക്കിനുമൊക്കെ സെറ്റ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിശ്രിതമാണ് ഈ ഹാർഡിനർ. 1.5 ലിറ്ററിന്റെ സോഡ ബോട്ടിലാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ ബിയർ ബോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ബിയർ ബോട്ടിലിന്റെ വലിപ്പത്തിൽ മുറിച്ചെടുത്ത ഈ സോഡ ബോട്ടിലിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ബിയർ ബോട്ടിൽ ഇറക്കി വെക്കാം. സെൻട്രലായിട്ട് തന്നെ ബിയർ ബോട്ടിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഈ റബ്ബർ സിലിക്കൺ കുപ്പിക്കുള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കോർക്ക് വെച്ച് അടച്ചിരിക്കുകയാണ്. ഈ ബിയർ ബോട്ടിലിന് ചുറ്റുമാണ് റബ്ബർ സിലിക്കൺ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ റബ്ബർ സിലിക്കൺ ഒന്ന് തുറന്നു നോക്കാം. ആദ്യം ഈ റബ്ബർ സിലിക്കൺ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഈ ഹാർഡിനറിൻ്റെ 2/3 ഭാഗം ഈ റബ്ബർ സിലിക്കണിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് സോഡ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുപ്പിക്കുള്ളിൽ ഏറി നിൽക്കാതെ മാക്സിമം ഫില്ല് ചെയ്ത് വേണം ഇതൊഴിക്കാൻ. ഈ റബ്ബർ സിലിക്കൺ സോഡ ബോട്ടിലിൻ്റെ പകുതി ആകുമ്പോഴേക്കും നമുക്ക് ഈ ബിയർ ബോട്ടിൽ ഇതിലേക്ക് ഒത്ത സെൻറ്ററിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇനിയും നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്കൊരു 3-4 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഈ സോഡ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം എന്താ കണ്ടോ, നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ആ കുപ്പിയുടെ ഭംഗിയിൽ തന്നെ ഇതാ കണ്ടില്ലേ, മോൾഡ് റെഡിയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം നമുക്കൊരു സെലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചേർത്തൊട്ടിക്കാം. ഇത് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്തൊട്ടിക്കുന്നത്. ഷുഗർ ബോട്ടിലിൻ്റെ മോൾഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കുവാനുള്ള മിശ്രിതം റെഡിയാക്കാം. ഇതിലേക്ക് ആവശ്യമായ വസ്തുക്കൾ പഞ്ചസാര, ടർട്ടാറിക് ആസിഡ്, കോൺ സിറപ്പ്. ടർട്ടാറിക് ആസിഡ് നമുക്ക് കെമിക്കൽ ഷോപ്പുകളിലും കോൺ സിറപ്പ് ബേക്കിംഗ് മെറ്റീരിയൽ കിട്ടുന്ന കടകളിലും ലഭിക്കുന്നതാണ്. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കോൺ സിറപ്പും
1 ടീസ്പൂൺ ടർട്ടാറിക്കും 1/4 കപ്പ് വെള്ളവും ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നന്നായിട്ട് 1/2 മണിക്കൂർ ചൂടാക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ കളർ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ രൂപത്തിലേക്ക് നമുക്കിത് കിട്ടും. ഈ മിശ്രിതം ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും എത്തുവാൻ വേണ്ടിയിട്ട് ഇത് അല്പം ഒന്ന് കുലുക്കുകയോ ചരിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഈ മിശ്രിതം നിറച്ചൊഴിക്കുവാനേ പാടില്ല. ഇത് സെറ്റാകാൻ ആവശ്യമായ സമയം കൊടുത്തതിന് ശേഷം ഈ മോൾഡ് ഒന്ന് മുറിച്ചു മാറ്റാം. അപ്പം നമ്മുടെ ബിയർ ബോട്ടിൽ റെഡി ആയിരിക്കുകയാണ്. ഇനിയും നമ്മൾക്കിതിനെ നമ്മളുടെ പർപ്പസ് ഏതാണോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ കുപ്പി അടിച്ചു പൊട്ടിക്കുന്നത്. സത്യത്തിൽ സിനിമയിൽ ചെന്നൈ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുപ്പികൾ ഇങ്ങനെ തലയിൽ അടിച്ചു പൊട്ടിക്കാനുള്ള കുപ്പികൾ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നത്. അത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. വിനോദേട്ടൻ, അതേപോലെ തന്നെ കാർത്തിക് ഉണ്ട്, ലൈസൺ ഓഫീസറാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വിളിച്ച് ഇപ്പം മാഫിയ ശശി ഏട്ടനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വരുത്തി തരും. അപ്പോൾ ആ കുപ്പികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ നമുക്ക് ഒരു 2 മണിക്കൂർ വെക്കാൻ പാടുള്ളൂ, അങ്ങനൊന്നുമില്ല. ഇത് അവിടെ നിന്ന് വരുന്ന കുപ്പികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പല മോൾഡുകളുണ്ട്. ആ കുപ്പികൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മൾ ആ ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഷോട്ട് ടൈമിലേക്ക് നമുക്ക് എടുത്താൽ മതിയാവും. അതായത് നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ചെന്നൈയിലൊക്കെ വിളിച്ച് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെയാണ് സാധാരണ ഈ കുപ്പികൾ എത്തുന്നത്. അന്ന് രാവിലെ നമ്മൾ പോയി കളക്ട് ചെയ്തിട്ട് ഇത് ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വർക്ക്ഷോപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തോന്നിക്കാണും എന്തുകൊണ്ടാണ് ഈ ചെറിയ കുപ്പി നിർമ്മിച്ചത്, വലിയ കുപ്പി നിർമ്മിച്ചുകൂടെ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിക്കാണും. ഇതിന്റെ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴിയാണ് റബ്ബർ സിലിക്കൺ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഏകദേശം 1 കിലോയാണ് ഓർഡർ ചെയ്തത്. 1300 രൂപയോളമാണ് അതിന്റെ വില. അപ്പോൾ 1 കിലോയോളം ഓർഡർ ചെയ്ത് നമുക്ക് വരുന്നത് 1 കിലോയൊന്നും തികച്ച് കാണത്തില്ല. അത് ഏകദേശം ഒരു 2 കിലോ ഓർഡർ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ കുപ്പിയുടെ മോൾഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 കിലോ വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ചെറിയ കുപ്പി നമ്മൾ മോൾഡ് ചെയ്തെടുത്തത്. പക്ഷെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക്, ഒരു ഷോർട്ട് ഫിലിമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് വലിയ കുപ്പിയുടെ ഷോട്ടുകളൊക്കെ കാണിച്ചു. അടിക്കുന്ന ടൈമിലേക്ക്, അതായത് വലിയ കുപ്പി എടുത്ത് അതേപോലെ തന്നെ വന്ന് തലയിലേക്ക് അടിക്കുന്ന ടൈമിൽ ആ അടിക്കുന്നത് ചെറിയ കുപ്പി ആയാലും നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഔട്ട് വരുന്നത് തീർച്ചയായിട്ടും ആ വലിയ കുപ്പി എടുത്ത് തലയിൽ അടിച്ചതായിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നത്. അത് ഷോർട്ട് ഫിലിംസിന് അത് കറക്റ്റ് ആയിരിക്കും. എന്നാൽ സിനിമ അത് വലിയ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും വലിയ കുപ്പിയുടെ മോൾഡ് തന്നെ വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിംസിനൊക്കെ കുപ്പികളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പുതിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ പുതിയ എപ്പിസോഡുമായി കാണും വരെ ബൈ.